രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. രാമലക്ഷ്മണന്മാർ സീതയോടൊരുമിച്ച് വനവാസകാലത്ത് നിരവധി ഋഷി സങ്കേതങ്ങളിലൂടെ യാത്ര തുടരുകയാണ്. ഋഷിമാരെ കാണുന്നതിലൂടെ, അവരുടെ അനുഗ്രഹം നേടുന്നതിലൂടെ രാമനും ലക്ഷ്മണനും നിരവധി രാക്ഷസന്മാരെ നേരിടാൻ ആവശ്യമായ തപോബലം അവരിലൂടെ നേടിയെടുക്കുകയാണ്. ഇനി സുതീക്ഷ്ണമുനിയുടെ ആശ്രമത്തിലേക്കുള്ള യാത്രയാണ്. അതിനു മുൻപ് അത്രി മഹർഷിയുടെ ആശ്രമത്തിലൊക്കെ ചെന്ന് അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് രാമലക്ഷ്മണന്മാർ യാത്ര തുടരുന്നത്. സുതീക്ഷ്ണമുനിയാകട്ടെ എത്രയോ കാലമായി രാമനെ കാണാനായി കാത്തു നിൽക്കുകയാണ്. ഈ ജീവിതം തന്നെ ഈശ്വരനെ ഒരു നോക്ക് കാണാൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടിയുള്ളതാണെന്നുള്ള തിരിച്ചറിവാണ് ഓരോ സന്യാസിയെയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. വിഖ്യാതമായ സുതീക്ഷ്ണാശ്രമം മനോഹരം മുഖ്യ താപസകുല ശിഷ്യസഞ്ചയപൂർണം സർവർതു ഗുണഗണസമ്പന്നമനുപമം സർവകാലാനന്ദദാനോദയമത്യുദ്ഭുതം സർവപാതഫലദാഗുൽമസങ്കുലസ്ഥലം സർവസൽപക്ഷിമൃഗഭുജംഗനിഷേവിതം രാഘവനവരജൻ തന്നോടും സീതയോടുമാഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംപൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദാദികൾ. ഭക്തി പൂണ്ടശ്രുജലനേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മൽഗുരുനിയോഗത്താൽ ബ്രഹ്മശങ്കരമുഖ്യ വന്ദ്യമാം പാദമല്ലോ നിൻ മഹാമായാർണവം കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം ത്വദ്ഭക്തഭൃത്യഭൃത്യഭൃത്യനായിടേണം ഞാൻ ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. ഇതെന്തൊരു പ്രാർത്ഥനയാണ്. ഭഗവാനെ, അവിടുത്തെ ഭക്തൻ്റെ സേവകനായി കഴിയാൻ അവസരം കിട്ടിയാൽ അതുതന്നെ ധന്യമാണെന്നാണ് സുതീക്ഷ്ണമുനി പറയുന്നത്. ഇനി പറയുന്നത് നോക്കൂ, ലൗകിക ജീവിതം എത്രത്തോളം തുച്ഛമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് സുതീക്ഷ്ണമുനിക്കുണ്ട്. അത് നമുക്കുകൂടി ഉണ്ടാവണമെന്ന് മനസ്സിലാക്കി തരുന്നൊരു ഭാഗമാണ്. പുത്രഭാര്യാർത്ഥനിലയാന്ധകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടും എന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേധ്യാന്ത്രപുൽഗലപിണ്ഡമാകും ഗാത്രമോർത്തോളമതികശ്മലം അതിങ്കലുള്ളാസ്ഥയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. ലൗകിക ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളാണ്. ഭാര്യാഭർത്തൃ ബന്ധനങ്ങളാവട്ടെ, മക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളാവട്ടെ, എല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ വലിയ ബന്ധനമായിത്തീരും. അത് ഒരു തിരിച്ചറിവ് തന്നെയാണ്. ഇപ്പോൾ ഋഷി പറയുന്നത്, ഈ എല്ലാ കെട്ടുപാടുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് മോക്ഷത്തിൻ്റെ മാർഗത്തിലൂടെ കഴിയാൻ എനിക്ക് സാധിക്കണമേ ഭഗവാനെ. എൻ്റെ മനസ്സെപ്പോഴും ഈശ്വരനിൽ വിലയം പ്രാപിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഈ ശരീരം മൂത്രമാംസാമേധ്യങ്ങളാകുന്ന മാലിന്യങ്ങൾ കൊണ്ട് മലീമസമായിരിക്കുന്ന ശരീരം എത്രയും വിലകെട്ടൊരു വസ്തുവാണെന്നുള്ള തിരിച്ചറിവ്. മൂത്രമാംസാമേധ്യാന്ത്രപുൽഗലപിണ്ഡമാകും
ഗാത്രമൂർത്തോളം അതികശ്മലമതിങ്കലുള്ളാസ്ഥയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്ര ജപവിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദപങ്ങളെപ്പോലെ വിശ്വേശ പോറ്റി. വിശ്വസംഹാര സൃഷ്ടി സ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മഹാത്മനാം. നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭവൽ സ്വരൂപത്തെ നിത്യമെങ്ങനെ അറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിധേ. ആകാശത്തിലുള്ള ഒരു സൂര്യനെ തന്നെ നിരവധി പാത്രങ്ങളിൽ നിരവധി സൂര്യന്മാരായി കാണുന്നത് പോലെ ഈ മായാപ്രപഞ്ചത്തിൽ പല കെട്ട് കാഴ്ചകളും എൻ്റെ കണ്ണിനെ ഭ്രമിപ്പിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്, അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. ആ ജ്ഞാനമാർഗമാണ് പിന്നീട് നമുക്ക് കൈവല്യമായി വന്ന് ഭവിക്കുന്നത്. ആ അറിവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുന്നത്. നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം ത്വന്മായാവിഡംബനരചിതം മാനുഷ്യകം മന്മഥകോടി സുഭഗം കമനീയം കാരുണ്യപൂർണനേത്രം കാർമുകബാണധരം സ്മേരസുന്ദരമുഖമജിനാംബരധരം സീതാസംയുതം സുമിത്രാത്മജനിഷേവിതപാഗ്ധപങ്കജം നീലനീരദകളേപരം കോമളമതിശാന്തമനന്ത ഗുണമഭിരാമമാത്മാരാമ ആനന്ദസമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യമമ നേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം മുറ്റിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി. നമ്മൾ മഹാക്ഷേത്രങ്ങളിൽ സഞ്ചരിക്കുന്നതിലൂടെ വലിയ പൂജകൾ ചെയ്യുന്നതിലൂടെ യാഗങ്ങൾ നടത്തുന്നതിലൂടെയൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? ഭഗവാനെ കാണാൻ, ഭഗവാനെ അനുഭവിക്കാൻ, ഭഗവാനുമായി സാരൂപ്യമുണ്ടാകാൻ. ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നോക്കുക. യഥാർത്ഥ ഈശ്വരൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രാർത്ഥനയും സുദീക്ഷണം മുന്നോട്ട് വെക്കുന്നില്ല. എനിക്ക് ഭക്തി ഉണ്ടാവണം, എന്നും അങ്ങ് എൻ്റെ മനസ്സിലുണ്ടാവണം, അതിൽ കവിഞ്ഞ് മറ്റൊരു വരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭഗവാനെ എന്ന് പറയാം. നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാൻ ആയി വന്നു മുനെ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അങ്ങേക്ക് എന്നെ കാണാൻ അവസരമുണ്ടായതെന്ന് കൂടി രാമൻ വ്യക്തമാക്കി കൊടുക്കുകയാണ്. മനസ്സ് എപ്പോഴും സന്തുഷ്ടിയെ പ്രാപിച്ചുകൊണ്ട്, ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തിക്കൊണ്ട്, യാതൊരു വിധത്തിലുള്ള മാലിന്യവും മനസ്സിൽ സൂക്ഷിക്കാതെ ഈശ്വരനിൽ രമിച്ചുകൊണ്ട് ആരാണോ ഇരിക്കുന്നത് അവരെ ഈശ്വരൻ തേടി എത്തുന്നു എന്നുള്ളതാണ്. അവർ ഈശ്വരനെ തേടി പോകുന്നില്ലെങ്കിലും ഈശ്വരൻ അവരെ തേടിയെത്തുന്നു. നോക്കൂ, നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനെ. അങ്ങേ കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. എന്തുകൊണ്ടാണ്? അങ്ങേക്ക് മനഃശുദ്ധിയുണ്ട്. സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം
പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. അങ്ങനെ ഈശ്വരനെ ശരണാഗതി അടയുന്ന, ശരണം പ്രാപിക്കുന്ന, എല്ലാം ഉപേക്ഷിച്ച് ഈശ്വരൻ തൻ്റെ മനസ്സ് രമിപ്പിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ്റെ സാമീപ്യവും സാരൂപ്യവും ഒക്കെ ഉണ്ടായിത്തീരുന്നു എന്ന് ഭഗവാൻ നേരിട്ട് സുതീക്ഷ്ണമുനിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നേരെ അഗസ്ത്യമുനിയുടെ സമീപത്തേക്കുള്ള യാത്രയാണ്. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തുു ഫലകുസുമാഢ്യ പാദബലതാ സംവൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം. ആധുനിക കാലഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച്, പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച്, ജന്തുസ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ രാമായണ കാലത്ത് തന്നെ ഭക്തരോട് പറഞ്ഞു വെച്ച മഹാഗ്രന്ഥമാണ് രാമായണം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നല്ലതാണ്. അഗസ്ത്യമുനിയുടെ ആശ്രമം എല്ലാ മൃഗങ്ങൾക്കും കളിയാടാൻ പറ്റും വിധത്തിൽ തീർക്കപ്പെട്ട ഒന്നാണ്. അവിടെ ശത്രുഭാവമില്ല, എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നു. വന്യമൃഗങ്ങൾ തമ്മിൽ പോലും ശത്രുതയില്ലാത്തൊരവസ്ഥയായിരുന്നു. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തുു ഫലകുസുമാഢ്യ പാദബലതാ സംവൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതി മനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം. നന്ദന സമാനമാനന്ദദാനാഢ്യം മുനിനന്ദനവേദ ധ്വനിമണ്ഡിതമനുപമം. ബ്രഹ്മർഷി പ്രവരന്മാർ അമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിരനികിരങ്ങൾ. സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ടേറ്റമില്ലാതെ വണ്ണം. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളൂ ചൊല്ലുന്നു കാണും തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ. വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുതീക്ഷ്ണൻ തന്നോടിനിയിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോ എന്നെയങ്ങുണർത്തിച്ചീടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുതീക്ഷ്ണ മഹാമുനി പ്രാസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ നത്വാതം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമഭക്തസഞ്ജയവൃതം. രാമമന്ത്രാർത്ഥവ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമദമഗസ്ത്യമാത്മാരാമം മുനീശ്വരം. ആരൂഢവിനയം കൊണ്ടാനദവക്ത്രത്തോടും ആരാൽ വീണുടൻ ദണ്ഡനമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടും ഉണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ധേ നിൻ തൃക്കടലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ. പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രം. രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നീടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ. പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളിനാക്ഷം. ഇത്യുക്ത്വാ സരഭസമുത്ഥായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്തഭക്ത്യാ. മുനിസത്തമന്മാരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്തം പാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ട്യാ ചിരമദ്യൈവ സമാഗമം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ല തപസ്സാഫല്യവും.
വന്നിതു ജഗത്പതേ. എനിക്കിതാ എൻ്റെ ഇത്രയും കാലത്തെ തപസ്സിൻ്റെ സാഫല്യം തന്നെ വന്നു കിട്ടിയിരിക്കുന്നു, അല്ലയോ രാമ, ഈ ജീവിതം തന്നെ ധന്യമായി എന്ന് അഗസ്ത്യമുനി പറയാം. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് അഗസ്ത്യസ്തുതിയാണ്. ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യമെന്ന് പറയുന്നത് അത് തന്നെയാണ്. അവിടെ എത്തി നിൽക്കുന്ന അഗസ്ത്യൻ്റെ മനസ്സിൻ്റെ സന്തോഷം ഇവിടെ പ്രകടമാവുകയാണ്. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു നൂനം, ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ. സാരസാനന സകലേശ്വര ദയാനിധേ, ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിയിടിനേനാനന്ദസ്വരൂപനം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. അന്ന് പാലാഴി വെച്ച് ഉള്ള പ്രാർത്ഥന കേട്ട് ഇവിടെ ഭൂമിയിൽ രാമനായി അവതരിക്കുമെന്നറിഞ്ഞ ഉടൻ ഞാൻ ഇവിടെ വന്ന് അവിടുത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നുകൊണ്ട് ഇവിടെ ഈ ജീവിതം കഴിക്കുകയായിരുന്നു. രാമ, ഒടുവിൽ അങ്ങൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിയിടിനേൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കുമുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ തന്നെ മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നു ഉപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും. വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ജീവിതത്തിൽ പഠിക്കേണ്ടുന്ന ഒരു തത്വം രാമായണം മുന്നോട്ട് വയ്ക്കുകയാണ്. ഈശ്വരൻ്റെ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക്, മന്ത്രത്തെ ഉപാസിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നിർമ്മലമായ വിദ്യ, അതായത് അധ്യാത്മവിദ്യ, അത് താനേ ഉള്ളിൽ ഉടലെടുത്തുകൊള്ളും. മറ്റുള്ള മൂഢന്മാർക്ക് 100,000 മനുഷ്യജന്മം കിട്ടിയാലും ആ മുക്തിക്കുള്ള ഒരു സാധ്യതയെ ഉണ്ടാവുന്നില്ല എന്നാണ് രാമായണം പറയുന്നത്. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. നോക്കൂ, ഭക്തിയുടെ മാർഗം ഉപേക്ഷിച്ച് ആരാണോ ജീവിക്കുന്നത് അവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷത്തിനുള്ള അവസരം ഉണ്ടാവുന്നില്ല എന്ന് രാമായണം പറയുന്നു. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടുമാത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതിസമ്പന്നന്മാരായി ഏകാന്തേ ശമതമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാവുമ്പോൾ
ചേതസി ഭവൽ കഥാശ്രവണേരതിയുണ്ടാം തൊൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. ഭക്തിയുണ്ടായിക്കഴിഞ്ഞ് ഇഷ്ടാനിഷ്ടങ്ങളെ പരിത്യജിച്ച് ശത്രുമിത്രഭാവങ്ങളെ ഉപേക്ഷിച്ച് സമചിത്തന്മാരായിക്കൊണ്ട് ആരാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് അവരാണ് ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് എല്ലാം ഭക്തിയുണ്ടായാൽ താനേ ഉണ്ടായിക്കൊള്ളും. അപ്പോൾ ഒരു ഉപാധി മാത്രമേ രാമായണം മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. നിഷ്കളങ്കമായ നിരുപാധികമായ ഭക്തി ഈശ്വരനിൽ വളർത്തിയെടുക്കുക. ആ ഗുണമുണ്ടാകുമ്പോൾ മറ്റു ഗുണങ്ങളെല്ലാം താനേ നമുക്ക് വന്നു ചേരുമെന്ന് വിശ്വസിക്കാം. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതുമന്നേത്രവും. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദശരഥ. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ തന്നെ സീതയോടൊപ്പം വസിക്കണമേ, അല്ലയോ ദാശരഥേ രാമ എന്നാണ് അഗസ്ത്യമുനിയുടെ പ്രാർത്ഥന. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാനിധേ. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത അതാണ്. ഏതു നേരവും നാം ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും മനസ്സ് ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ. വേണ്ട എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് മനസ്സ് ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ആരാണോ ചെയ്യുന്നത് അവർക്ക് ജീവിത വിജയമുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി രാമന് സീതയോടൊപ്പം എവിടെയാണ് വസിക്കാനുള്ള സ്ഥലം കാനനത്തിലുള്ളത് എന്ന സൂചന കൂടി അഗസ്ത്യമുനി നൽകുകയാണ്. 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സ്തോത്ര സാരസ്യം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം. രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപദാംബുജം. എല്ലാ ആയുധങ്ങളും താഴെ വെച്ച് അഗസ്ത്യമുനിയുടെ പാദങ്ങളെ വന്ദിക്കുകയാണ് രാമനും ലക്ഷ്മണനും. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. രാമായണത്തിലെ കഥാപാത്രങ്ങളിൽ എല്ലാം കൊണ്ടും ശ്രദ്ധേയമായൊരു കഥാപാത്രത്തെ ആദികവി അവതരിപ്പിച്ചിരിക്കുന്നു ജടായുവിലൂടെ. യാതൊരു വിധത്തിലുള്ള സ്വാർത്ഥ താല്പര്യവുമില്ലാതെ സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി സ്വജീവിതത്തെ സമർപ്പിക്കണമെന്നുള്ള വലിയൊരു തത്വം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് ജടായുവാണ്. ആ ജടായുവിനെ നമ്മൾ രാമായണത്തിൽ ആദ്യമായി കണ്ടുമുട്ടുകയാണ്. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രക്ഷസാം പ്രവരനി കിടക്കുന്നതു മുനിഭക്ഷകൻ ഇവൻ. നീ കണ്ടതില്ലയോ സഖേ വില്ലിങ്ങു തന്നീടു നീ. ഭീതിയുമുണ്ടാകുല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു
പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വം ഇവിടെയുണ്ട്. സാക്ഷാൽ രാമന് പോലും തെറ്റ് പറ്റുകയാണ്. പക്ഷിശ്രേഷ്ഠനായ ജടായു തൻ്റെ മുന്നിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു വേള മനസ്സിനെ അജ്ഞാനം ബാധിക്കുകയും അത് തൻ്റെ തന്നെ സുഹൃത്തായ, തൻ്റെ അഭ്യുദയകാംക്ഷിയായ, തനിക്ക് പ്രിയങ്കരനായ, തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പക്ഷിശ്രേഷ്ഠനാണെന്ന് തിരിച്ചറിയാൻ രാമന് കഴിഞ്ഞില്ല. മനസ്സ് അജ്ഞാനം ബാധിക്കപ്പെട്ടാൽ, മനസ്സിന് അജ്ഞാനം ബാധിച്ചാൽ എല്ലാ കാഴ്ചകളും വികലമാകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിലെത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും. ജടായുവാണ് പറയുന്നത്, ഞാൻ അങ്ങയാൽ വധിക്കപ്പെടേണ്ട ഒരാളല്ല, അങ്ങയുടെ പിതാവിൻ്റെ സുഹൃത്താണ് ഞാൻ. വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിലെത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവഭക്തനാം ജടായു ഞാൻ. അല്ലയോ രാമ, അവിടുത്തെ ഭക്തനായ ജടായുവാണ് ഞാൻ ഒരിക്കലും വധിക്കപ്പെടേണ്ടവനല്ല എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നും കൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനിതു കഷ്ടം കിങ്കരപ്രവനായി വാഴുക മേലിൽ ഭവൻ. രാമനും ഒരു വേള വല്ലാത്ത ദുഃഖം തോന്നുകയാണ്. ജടായുവിനെ മനസ്സിലാക്കാതെ പോയല്ലോ. എങ്കിലും ഈശ്വരൻ്റെ മനസ്സ് നമ്മിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനോടൊപ്പം തന്നെയാണ് നമ്മുടെ സ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജടായുവിനെ രാമൻ ഒപ്പം ചേർത്ത് പിടിക്കുകയാണ്. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലാം മാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു. ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാനദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീദേവിയോടും കദളീപന സാമ്രാജ്യഖില ഫലവൃക്ഷാവൃതകാനനെ ജനസമ്പാധ വിവർജിതേ നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ. ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. നോക്കൂ, കാട്ടിലാണെങ്കിലും മനസ്സ് സംതൃപ്തിയുടെ ഭാവത്തെ കൈവരിച്ചു കഴിഞ്ഞാൽ കാടാണെങ്കിലും രാജധാനിക്ക് സമമാണെന്നാണ് രാമായണം പറയുന്നത്. ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ എന്നാണ്. കാട്ടിലാണെന്ന് പറഞ്ഞ ദുഃഖത്തോടെ അല്ല, സീതയോടൊപ്പം സന്തോഷത്തോടെ കാട്ടിൽ കഴിയുകയാണ് പഞ്ചവടിയിൽ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നീടും ഭക്തിയോടെ. സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി രാമലക്ഷ്മണന്മാരും സീതാദേവിയും പഞ്ചവടിയിൽ കഴിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വെച്ചാണ് ലക്ഷ്മണന് ഉപദേശം കിട്ടുന്നത്. ആ ഉപദേശം നമുക്ക് അടുത്ത ദിവസത്തെ വായനയിലാവാം എന്ന് വിചാരിക്കുക. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.